നിങ്ങളോട് ഞാൻ ആ കാര്യം തുറന്നു പറയാൻ പോവാണ്. ഒരു 4 വർഷത്തിന് ശേഷം ഇപ്പൊ ആദ്യമായിട്ട്. ഞാൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ ഹായ് യൂട്യൂബ്. അങ്ങനെ ഞാനിന്ന് നിങ്ങളോട് കുറച്ച് നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒരു 4 വർഷം മുമ്പത്തെ ഇൻസിഡൻ്റ് ആണ്. അത് പറയാൻ കുറച്ച് ലേറ്റായി പോയി. പക്ഷേ ഇപ്പം പറയാനായിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഞാനിപ്പം ഇപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ അത് രക്ഷിക്കാൻ പറ്റി. അതൊരു സിറ്റുവേഷനാണ്. നിങ്ങളോട് ഞാൻ ആ കാര്യം തുറന്നു പറയാൻ പോവാണ്. ഒരു 4 വർഷത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ട്. ഞങ്ങൾ ലഡാക്കിന് പോയ കാര്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. അപ്പം അവിടെ ലഡാക്കിൽ വെച്ച് ലേയിൽ നിന്ന് കാർഗിലിലേക്ക് ഞങ്ങൾ കാർഗിൽ വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ പോണ റൂട്ടിൽ ഞങ്ങളുടെ മുന്നിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അത് ഞാൻ സീൻ ബൈ സീനായിട്ടാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ റൈഡിങ്ങിൽ സെക്കൻഡ് പൊസിഷനായിരുന്നു. ഫസ്റ്റ് റൈഡർ പോകുന്നു, ഞാൻ രണ്ടാമത് പോകുന്നു. നേരെ പോയ വഴിയിൽ ഞങ്ങൾ രണ്ടുപേരും മെയിനായിട്ട് കാണുന്ന കാഴ്ച, ബാക്കിയുള്ളവർക്ക് വിസിബിൾ ആണോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കാണുന്നത് മുമ്പിൽ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു. അതിൻ്റെയാണ് ഞാൻ പറഞ്ഞ സീൻ ബൈ സീനായിട്ട് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ മതിലാണ്, റൈറ്റ് സൈഡിലേക്ക് കൊക്കയാണ്. ലെഫ്റ്റ് സൈഡിൽ മതിൽ മീൻസ് അതൊരു വലിയൊരു മലയാണ്. ആ റൂട്ട് അങ്ങനെയാണ്. ലേയെ പറ്റി ട്രിപ്പ് പോകുന്നവർക്കൊക്കെ അറിയാലോ. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, വണ്ടി ഞങ്ങളുടെ മുന്നിൽ ഒരു മാരുതി 800 റിവേഴ്സ് ഇറങ്ങി നേരെ കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുന്നു. പെട്ടെന്ന് ഞങ്ങൾ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി വീണ ആ സ്ഥലത്ത് കൊണ്ടുപോയി ബൈക്ക് 2 ഒതുക്കി. ഞാനും പുള്ളിയാണ് മെയിനായിട്ട് ഒതുക്കിയത്. റോങ് സൈഡ് ഗിയർ റൈറ്റ് സൈഡിൽ, ബാക്കിയുള്ളവരൊക്കെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒതുക്കി. സംഭവിച്ചത്, അടുത്ത് നിന്നൊരാൾ ഓടി വരുന്നു. അയാൾ തലേ കൈ വെച്ച് താഴോട്ട് നോക്കി നിൽക്കുന്നു. അപ്പം അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പുള്ളിയുടെ കാര്യം തിരക്കി. അപ്പോൾ പുള്ളി പറഞ്ഞ ഇതാണ്, പുള്ളി ഒന്ന് മുള്ളാൻ വേണ്ടിയിട്ട് വണ്ടി ലെഫ്റ്റ് സൈഡിൽ ഒതുക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചു. വണ്ടി തന്നെ ഉരുണ്ട് വന്നു. പുള്ളി തിരിഞ്ഞ് നോക്കുമ്പോൾ വണ്ടി താഴേക്ക് പോയി. അതുവരെ പുള്ളി കാണുന്നില്ല, കാരണം പുള്ളി മതിലേക്ക് തിരിഞ്ഞാണ് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നത്. വണ്ടി പോയി. ആ സീനിൽ ഞങ്ങളെത്തി. പുള്ളി എന്നോട് ഈ കാര്യം പറഞ്ഞു. അപ്പം പുള്ളി വെപ്രാളത്തിൽ പറയുന്നുണ്ട് പുള്ളിയുടെ ഭാര്യ അതിനകത്തുണ്ടെന്ന്. അതായത് പുള്ളിയുടെ ഭാര്യയോട് കൂടി ആ കാർ താഴേക്ക് പോയേക്കുക. പുള്ളിയുടെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഗ്ലൗസ് ഊരുന്നൊരു ശീലം ഉള്ളതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഊരി വെച്ചായിരുന്നു. ബാക്കി ഞാൻ ഫുള്ള് ഗിയറപ്പാണ്. ഷൂ മുതൽ ജാക്കറ്റ് വരെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ ഭാര്യ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു ജീവന്റെ ചിന്ത വന്നു. ഞാൻ നേരെ താഴേക്ക് എടുത്ത് ചാടി. ആക്ച്വലി എനിക്കറിയത്തില്ല എന്തോ താഴ്ച ഉണ്ടെന്നോ താഴെ എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയപ്പോൾ മുതൽ ഈ കാറ് തകിടം മറിഞ്ഞ് താഴേക്ക് പോകുന്ന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാം. കൃത്യമായിട്ട് കാർ ഉരുളുന്ന ശബ്ദം നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാം. അങ്ങനെ ഞാൻ പുറകെ എടുത്ത് ചാടി നേരെ താഴെ ലാൻഡായി. അവിടുന്ന് നേരെ നില കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത്, എന്ന് വെച്ചാൽ ബോഡി എൻ്റെ കൺട്രോളിലായിരുന്നില്ല, തെറിച്ച് ഞാൻ താഴേക്ക് പോവുക ചെയ്തത്. അങ്ങനെ താഴേക്ക് പോയി എനിക്ക് തോന്നുന്നു ഒരു 40-50 മീറ്ററോളം ട്രാക്ക് ചെയ്ത് തന്നെ അതിനകത്തൂടി പോയി. അതിനുശേഷം ഞാൻ ആ വണ്ടിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ഞാൻ ആ വണ്ടിയുടെ തൊട്ടടുത്തെത്തുന്ന സമയത്ത് അത് നിൽക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ എൻഡിലാണ്. അവിടുന്ന് ഒന്നും കൂടി വണ്ടി മറിഞ്ഞാൽ വണ്ടി നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകും. ആ സൈഡിൽ വന്ന് വണ്ടി ഇങ്ങനെ നിന്നു. അത് ഉരുണ്ട് വന്നതുകൊണ്ട് ചെരിഞ്ഞാണ് നിന്നത്. കറക്റ്റ് ഞാൻ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 സെക്കൻഡ് ഉള്ളായിരിക്കും വ്യത്യാസം ഞാനത് പിടിക്കുന്നതിന് മുന്നേ അത് താഴേക്ക് പോകാൻ. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം എൻ്റെ കയ്യിൽ കാറിൽ പിടുത്തം കിട്ടി. ഞാൻ ആ വണ്ടി പിടിച്ചു, താഴേക്ക് പോയില്ല. അപ്പം അതിനകത്തുനിന്ന് ആ കൊച്ചു തല, മീൻസ് അവൻ്റെ ഭാര്യ തല പുറത്തേക്ക് ഇട്ടു. പുള്ളിക്കാരി ബാക്കിലെ സീറ്റിലായിരുന്നത്. അപ്പം ചില്ലൊക്കെ ഓൾറെഡി പൊട്ടിയതുകൊണ്ട് ബാക്കിലത്തെ ഡോറിന്റെ സൈഡ് ഡോറിന്റെ, ഐ മീൻ ഈ ഡോറിന്റെ ഏതോ ഒരു സൈഡിലെ ഡോറിൽ കൂടി അവൾ തല പുറത്തേക്ക് ഇട്ടു. അപ്പം ഞാൻ വണ്ടി തന്നെ പിടിച്ചുകൊണ്ട്, കാരണം വണ്ടി ആക്ച്വലി എൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്, ഞാൻ വിട്ടു കഴിഞ്ഞാൽ മണ്ണിടിഞ്ഞ് വണ്ടിയുടെ കൂടി ചിലപ്പോൾ താഴേക്ക് പോകും. അതുകൊണ്ട് ഞാൻ കൈ കൊടുത്ത് അവളെ പൊക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഈ വണ്ടി മീൻസ് എന്നെയും കൂടി കൊണ്ടുപോകുന്നൊരു ഫീൽ എനിക്ക് വന്നു. അപ്പോൾ ചെരിഞ്ഞ് കിടന്നതുകൊണ്ട് ഞാൻ ഈ വണ്ടി പിടിച്ച് കറക്കി. അപ്പോൾ സാമാന്യ ഒരു സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും, ചെരിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണെങ്കിൽ പിടിച്ച് കറക്കിൽ ശകലം കറങ്ങും. അതങ്ങനെ ശകലം കറങ്ങിയിട്ട് ആ എഞ്ചിൻ ക്യാബിന്റെ ഭാഗം സൈഡിലുണ്ടായിരുന്ന ഒരു ചെറിയ മരം, ആ മരം കണ്ടാണ് ആക്ച്വലി ഞാൻ കറക്കിയത്. ആ മരത്തിലേക്ക് ഞാൻ കൊള്ളിച്ച് വെച്ചു. ഒരു ചെറിയ മരമായിരുന്നു. മരത്തിന്റെയും പകുതി വേര് മണ്ണിനകത്തേക്കും ബാക്കി പകുതി വേര് പൊളിഞ്ഞു നിൽക്കുന്ന ആ വെള്ളച്ചാട്ടത്തിന്റെ അകത്തേക്കുമാണ് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ വണ്ടി പതുക്കെ കറക്കി മരത്തിലേക്ക് എഞ്ചിന്റെ ഭാഗം കൊള്ളിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ആ പെൺകൊച്ചിന് കൈ കൊടുത്ത് പൊക്കാൻ നോക്കി. അപ്പോൾ ആ കൊച്ചിന്റെ കഴുത്ത് മുതൽ കുറച്ച് ഭാഗം മേളിലേക്ക് വന്നപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം 800 നിങ്ങൾക്ക് അറിയാലോ, ചെറിയ വണ്ടിയാണ്. അതിന്റെ ഈ ഡോറിന്റെ ഇത്രയും സ്പേസിൽ കൂടി ആ കുട്ടിയുടെ വയറ് പുറത്തേക്ക് വരത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതൽ പൊക്കിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പിടിച്ചോണ്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക്
പറ്റുന്നത്രയും സമയം ഞാൻ പിടിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഒരു ഏകദേശം ഒരു 5-8 മിനിറ്റ് ഞാൻ നിന്ന് കാണും. കാരണം മേളിൽ നിൽക്കുന്നവർക്ക് താഴെ എന്താ നടക്കുന്നതെന്ന് കാണത്തില്ലായിരുന്നു. അവർ പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ ഈ ഞാൻ ചാടിയ സ്ഥലം അല്ലാതെ കുറച്ചങ്ങ് മാറി കഴിയുമ്പോഴത്തേനും ഈ ഇടിഞ്ഞു കിടക്കുന്ന ഭാഗവും ഈ വഴിയായിട്ട് ഹൈറ്റ് കുറവുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി ഇറങ്ങി ബാക്കി റൈഡേഴ്സൊക്കെ താഴേക്ക് വന്നു. അങ്ങനെ താഴേക്ക് വന്ന് ഞങ്ങൾ അവരെ അപ്പോൾ ഒരാൾ മുകളിൽ കയറി, ഞാൻ വണ്ടി പിടിച്ചുകൊണ്ട് നിന്നു, മരത്തിന്റെ സപ്പോർട്ടും ഉണ്ട്. ഒരാൾ അതിന്റെ മുകളിൽ കയറി ഡോറ് പൊക്കാൻ നോക്കിയപ്പോഴത്തേനും ജാമായിരുന്നു, ഡോറ് ഭയങ്കര പാടായിരുന്നു. പിന്നെ പുള്ളി അതെങ്ങനെയൊക്കെ വലിച്ചു പറിച്ച് ഡോറ് പൊക്കിയെടുത്തു. ഡോറ് പൊക്കിയെടുത്തിട്ട് ഈ കുട്ടിയെ പൊക്കിയെടുത്ത് പുറത്തേക്കാക്കി. അവിടെ നിന്ന് ഞങ്ങൾ 4-5 പേര് കൂടി ചുമന്ന് മുകളിൽ കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ ഒരു ആംബുലൻസ് എത്തി. ആംബുലൻസിൽ കയറ്റി അവരെ കയറ്റി വിട്ടു. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന നമ്പരും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആംബുലൻസിനകത്തുണ്ടായിരുന്ന അസിസ്റ്റന്റായിട്ട് നേഴ്സ് ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നാണ്. പിന്നെ കുട്ടിയുടെ കാര്യവും കുഴപ്പമൊന്നുമില്ലെന്നാണ് അവർ പറഞ്ഞത്. ബാക്കി അവർ ഹോസ്പിറ്റലിലേക്ക് മൂവായി. ആ കൊച്ചിന്റെ ആയുസിന്റെ ബലം അത്രയും മുകളിൽ നിന്ന് താഴേക്ക് വീണ് ഇത്രയും തവണ ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് വണ്ടി പോയിട്ടും അതിനൊന്നും പറ്റിയില്ല, ഒരു പോറൽ പോലും പറ്റിയില്ല. അതൊരു ഭയങ്കര ഭാഗ്യം തന്നെയാണ്. പിന്നെ താങ്ക്സ് ടു പഴയ മാരുതി, ഒരു രക്ഷയില്ല. വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി അന്നാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്, മാരുതിയുടെ ബിൽഡ് ക്വാളിറ്റി. ഇപ്പോഴത്തെ മാരുതിയെ പറ്റി ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ കാര്യം ഞാൻ ഇത്രയും ബ്രീഫ് ചെയ്ത് പറയാൻ കാരണം, ഒന്ന്, ഞാൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്ത കാര്യം നിങ്ങൾ അറിയണം. ഐ മീൻ കുറ്റകൃത്യമല്ല, ധീരകൃത്യം ചെയ്ത കാര്യം നിങ്ങൾ അറിയണം. രണ്ടാമത്തെ കാര്യം, ഇത് സംഭവിച്ചപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചാടിയെന്ന്, എനിക്ക് താഴെ എന്തുമാത്രം ഹൈറ്റ് ഉണ്ടെന്ന് തിരിച്ചറിയാതെ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ചാടിയത്. ആ ചാടിയ സമയത്ത് ഞാൻ നേരെ താഴെ പോയി ലാൻഡായി ഇരുന്നു പോയി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചാടുന്നതെങ്കിൽ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് ഡീൽ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ കണ്ണുപൂട്ടി ചാടിയതുകൊണ്ട് ഞാൻ താഴെ ചെന്നു ലാൻഡായി ഇരുന്ന സമയത്ത് എനിക്ക് നട്ടലിന്റെ അവിടെ നിന്ന് മുകളിലേക്കൊരു ഷോക്ക് കിട്ടി. ഷോക്ക് ഇൻ ദ സെൻസ്, ഇപ്പം നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ തട്ടുമ്പോഴത്തേക്കും നമുക്ക് ഷോക്ക് അടിക്കില്ലേ, ചെയ്തു നോക്കണ്ട. ആ ഷോക്ക് പോലത്തെ ഒരു സാധനം എനിക്ക് നട്ടലിന് തലച്ചോറ് വരെ കിട്ടി. ഞാൻ ഈ പറയുന്നത് 2021 ജൂലൈ 24 തീയതിയിലത്തെ കാര്യമാണ്. പക്ഷെ ഈ അടിച്ച ഷോക്കിന്റെ വേദന എനിക്ക് സ്റ്റാർട്ടായത് 2025 ഡിസംബർ മാസമാണ്. അപ്പൊ എനിക്ക് സ്റ്റാർട്ടായിട്ട് ഇപ്പം 6 മാസത്തോളം ആവുന്നു. ആദ്യത്തെ 1 മാസം നല്ല പെയിൻ ആയിരുന്നു. രണ്ടാമത്തെ മാസം അത് കാലിലേക്ക് പടർന്നു. പിന്നെ ഒരു കാല് കുത്തി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇതെന്തോ പ്രശ്നമാണല്ലോ എന്ന് അറിഞ്ഞ് അവസാനം ട്രീറ്റ്മെന്റ് കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് ഞാൻ ആയുർവേദം, മർമ്മ ചികിത്സ, തിരുമി ചികിത്സ, ഇതുകൂടാതെ ഉഴിച്ചിലിന്റെ ചികിത്സ, അതുകൂടാതെ ഇംഗ്ലീഷ് മരുന്നുകൾ വന്ന് ട്രൈ ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ടും ഇതിനൊരു കുറവും ഉണ്ടായില്ല. അവസാനം സ്പൈനൽ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. അവർ പറയുന്നത് ഇത് ഡിസ്ക് ബൾജ് മീൻസ്, ഞാൻ അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ അതിന്റെ എക്സ്റേ റിസൾട്ടൊക്കെ എടുത്തു, MRI ഒക്കെ എടുത്തു. അതിൽ കാണാം L4, L5 ഡിസ്ക് ബൾജ് ആണ് ഈ സംഭവം. അപ്പം ഇത് പിന്നീട് സയാറ്റിക് എന്നൊരു അസുഖത്തിലേക്ക് മാറും. അപ്പം നടുവേദന ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ആയുർവേദം, മർമ്മ ചികിത്സ ഇതൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഡിസ്ക് ബൾജ് ആയാൽ ആയതാണ്. അത് മാറണം എന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിയും എക്സർസൈസും മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. ഞാനിത് എനിക്ക് സംഭവിച്ച പിന്നെ പലരോടും ഇങ്ങനെ സംസാരിക്കുമ്പം, പ്രത്യേകിച്ച് ജിമ്മിലാണെങ്കിൽ പോലും പലരോട് സംസാരിക്കുമ്പോഴത്തേക്കും അപ്പോഴാണ് എനിക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇത് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നടുവേദന, അതിനകത്ത് പലർക്കും ഇത് സയാറ്റിക് ആണെന്ന് പോലും അറിയത്തില്ല. കാലിലേക്ക് പെരിപ്പുണ്ട്, വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുക്കും. ഞാൻ ഇഞ്ചക്ഷൻ വരെ ട്രൈ ചെയ്തു. ഇതിന് ഇഞ്ചക്ഷനും ഉണ്ട്, സ്പെഷ്യൽ ഇഞ്ചക്ഷൻ. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് നേരത്തിന് വേദന കുറയും, മരവിപ്പ് കുറയും. പക്ഷേ ഈ ഡിസ്ക് ബൾജ് ആയത് കാരണം ഇത് ഞരമ്പിനെ പ്രസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാലിലേക്കുള്ള രക്തയോട്ടം കുറവായിരിക്കും, കാലിന് മരവിപ്പ് ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് എക്സർസൈസ് മാത്രമേ ഒരു പരിഹാരമുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. എനിക്ക് പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥനാണ്, പുള്ളി ഒരു കമാൻഡോ ആയിരുന്നു. അദ്ദേഹമാണ് എനിക്കിത് പറഞ്ഞു തന്നത്. എൻ്റെ ഈ ചട്ടികൾ നടക്കുന്ന അവസ്ഥ കണ്ടപ്പം അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നത് ഈ എക്സർസൈസ് ചെയ്താൽ മതി മാറുമെന്ന്. ഞാൻ പ്രോപ്പറായിട്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 2 എക്സർസൈസേ ഉള്ളൂ. അത് രണ്ടും ഞാൻ പ്രോപ്പറായിട്ട് 2 മാസം ചെയ്തു. എനിക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുവാണ്, എനിക്ക് ആ വേദന നല്ല രീതിയിൽ കുറവുണ്ട്. ഞാനിപ്പം ജിമ്മിൽ പോകുന്നുണ്ട്. നടക്കാൻ പോലും പറ്റാത്ത ഞാനിപ്പം ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അത്രയും പെയിൻ ഉണ്ടായിരുന്നു. ഞാനിപ്പം ഈ അവസ്ഥയിലേക്ക് എത്തിയത് എക്സർസൈസ് കൊണ്ട് മാത്രം. അതുകൊണ്ട് നടുവേദന ഉണ്ടായാലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മാനസികമായിട്ട് ബാധിക്കും, മോറൽ ഡൗൺ ഉണ്ടാവും, നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് തോന്നും, ദേഷ്യം തോന്നും, നമ്മുടെ ക്യാരക്ടർ തന്നെ മാറിപ്പോകും. അങ്ങനെ ഒരു പ്രത്യേകതരം വൃത്തികെട്ട നടുവേദനയായത്.
അത് വന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വന്നവർ മാത്രം, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം ഉള്ളവർ ശ്രദ്ധിക്കുക. കുനിഞ്ഞ് വെയിറ്റ് എടുക്കാൻ പാടില്ല. അത് എങ്ങനെ വെയിറ്റ് എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇതിന് എക്സർസൈസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇനിയൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഡിസ്ക് ബൾജ് മൂലമുള്ള നടുവേദന ഉള്ളവർ ഒരുപാടൊന്നും പൈസ എങ്ങും കൊണ്ട് കളയാൻ നോക്കാതെ, വെറുതെ വേസ്റ്റ് ആക്കാതെ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. എക്സർസൈസ് ചെയ്ത് ഇത് മാറ്റാമെന്ന് വിശ്വസിക്കുക. ഇത് ഒരു അസുഖമല്ല, ഇതൊരവസ്ഥയാണ്. മനസ്സിലായോ? ഒരവസ്ഥയാണ്. നമ്മുടെ മനക്കെട്ടി കൊണ്ടും നമ്മുടെ ദൃഢമായ തീരുമാനങ്ങൾ കൊണ്ടും നമുക്കതിനെ ഓവർകം ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു അസുഖം വന്നു മരുന്ന് കഴിച്ചങ്ങ് മാറി അങ്ങനൊരു സംഭവം ഇതിനില്ല. എക്സർസൈസ് മാത്രം പ്രോപ്പറായിട്ട് ചെയ്ത് ഒരു നല്ല ഡയറ്റൊക്കെ എടുത്ത് അങ്ങനെ അതനുസരിച്ച് ചെയ്താലേ ഉള്ളൂ നമുക്ക് അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ആ ഒരു സ്റ്റേജ് എത്തി അതിനെ ഓവർകം ചെയ്തു വന്നതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ പറയാൻ പറ്റുന്നത്. ഇത് മാത്രമല്ല, എനിക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. ഇത് ഡിസ്ക് ബൾജ് ആയിട്ട് തന്നെ ഇങ്ങനെ പ്രശ്നമുണ്ടായ ഒരു 2-3 പേര് ഞാൻ സംസാരിച്ചു, അയാളായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവര് 3 പേര് എന്നെ പിന്നെ കണ്ടപ്പം പറഞ്ഞിട്ടുമുണ്ട് അവർക്ക് ഇത്രയും വർഷമായിട്ടുണ്ടായ വേദനയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് ഇപ്പം ഈ എക്സർസൈസ് അവർ കണ്ടിന്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണെന്ന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പൈസ കൊണ്ട് വേസ്റ്റ് ആക്കി കളയാതിരിക്കുക. എക്സർസൈസ് ഞാൻ ഇനിയൊരു വീഡിയോയിൽ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ വണ്ടിക്കകത്താണ് ഇരിക്കുന്നത്, അതിന് പറ്റിയൊരു സാഹചര്യത്തിലല്ല. അപ്പം ഞാനത് പറഞ്ഞു തരും. അതിന് ആ സമയത്ത് നിങ്ങൾ അത് തന്നെ ചെയ്യുക. അല്ലാതെ പിന്നൊരു മാർഗ്ഗമുള്ളത്, നിങ്ങൾ പൈസ ഉള്ളവരാണെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്താൽ കുറച്ച് മാറ്റം ഉണ്ടാവും. പിന്നെ ഫിസിയോതെറാപ്പിക്കുള്ളൊരു പ്രശ്നം, നമ്മളത് ചെയ്യുമ്പം നമുക്ക് റിലീഫായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പെയിൻ സ്റ്റാർട്ടാവും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് നല്ലതാണ്. ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിലീഫ് ഉണ്ടാവും. ഒരുപാട് പെയിനൊക്കെ ഉള്ളവർ ഫിസിയോതെറാപ്പി ഒക്കെ തന്നെ ചെയ്യുക. പിന്നെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന എക്സർസൈസ് ഒത്തിരി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഫിസിയോതെറാപ്പിയുടെ കൂടെ ഈ എക്സർസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ഒഴിവാക്കാൻ പറ്റും, പൈസ ചിലവ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നടുവേദന ഉള്ളവർക്കും കൃത്യം ചെയ്യാൻ, കുറ്റകൃത്യമല്ല ധീരകൃത്യം ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.